ഹായ്, ഞാൻ നവാസ്. എ ഐ ലോകം ഇന്നൊരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് അല്ലേ? പല കാലഘട്ടങ്ങളിലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് വന്നത്, ഇൻ്റർനെറ്റ് വന്നത്, സോഷ്യൽ മീഡിയ വന്നത്, അതൊക്കെ എന്താണ് ഓരോ കാലഘട്ടങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങളാണ്. ഒരു കറണ്ട് വന്ന് അത് എല്ലാ ജനങ്ങളിലേക്കും എത്താനും അതിൻ്റെ ഉപയോഗം ഒരു വേണ്ട രീതിയിൽ എല്ലാവരിലേക്കും എത്താനും ഒരുപാട് സമയമെടുത്തു. പക്ഷേ ഇപ്പോഴത്തെ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റാണ്. നമുക്കറിയാം ChatGPT നമ്മളെ ഞെട്ടിച്ചതല്ലേ? ഏകദേശം 2 വർഷം കൊണ്ടാണ് അതുവരെ നിലവിലുണ്ടായിരുന്ന ഗൂഗിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനികളിലൊക്കെ ഞെട്ടിച്ചിട്ട് അവരൊന്നും ഇതുവരെ കൊടുക്കാത്ത ഒരു സർവീസ്, അല്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സർവീസ് കൊടുത്തിട്ട് അവർ ലോകത്തെ ഞെട്ടിച്ചത്. അതിനുശേഷം ഡീപ്സീക്ക് വന്നു. ഇപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ വലിയ അപ്ഡേറ്റ്സ് ആണ് AI ലോകത്ത് വരുന്നത് അല്ലേ? ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാനോ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനോ ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ AI ഏജന്റ് വന്നതോടുകൂടി പുതിയൊരു അപ്ഡേറ്റ്സ്, ആന്ത്രോപ്പിക്കിന്റെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സെയിൽസ്, മാർക്കറ്റിംഗ്, ഈ ഒരു മേഖലയിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരികയാണ്. ചെറിയ രീതിയിലൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ ഏകദേശം $530 ബില്യൺ ഗൂഗിളും മെറ്റയും മൈക്രോസോഫ്റ്റ് ഒക്കെ AI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ AI പുതിയ ഡെവലപ്മെന്റ് അവർ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് $7 ട്രില്യൺ ആണ്. സൗദി അറേബ്യ വിഷൻ 2030 ഭാഗമായിട്ട് AI മേഖലയിൽ $1.2 ബില്യൺ അവരൊരു ഫിനാൻസിങ് ഫ്രെയിംവർക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അബുദാബി AGX എന്ന പേരിൽ $100 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖത്തർ ഇപ്പോൾ അവരുടെ വെബ് സമ്മിറ്റിൽ QAI എന്നുള്ള ഒരു പുതിയ ഡെവലപ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ലോകം മൊത്തം AI തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ന് ലോകത്തുള്ള വലിയ വലിയ കമ്പനികൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവർ റിട്ടേൺ പ്രതീക്ഷിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി അവർക്ക് റിട്ടേൺ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതിനുള്ള സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ അവർ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് അയാളുടെ ബിസിനസ്സിൽ ചെറിയ രീതിയിൽ ഒരു തുടക്കം എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക് AI ഉപയോഗിച്ച് ചെയ്യാം, AIനെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഹായ്, അപ്പോൾ നമുക്ക് AIനെ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മൈബീസ് ഓൺലൈനിൽ AI സ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയെന്ന് ഞാൻ ഫസ്റ്റിലൊന്ന് പറയാം. അപ്പോൾ ഈ AI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രെയിനാണ്. ഈ ബ്രെയിൻ മീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെയിൻ ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മളൊരു എംപ്ലോയിനെ എടുക്കുന്ന എന്താണ്, അയാളുടെ നോളേജ്, അയാളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ അല്ലേ? അപ്പം ഇതൊക്കെ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ അയാളുടെ ബ്രെയിനിലാണല്ലോ അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താണ്, ഒരു പുതിയൊരു ബ്രെയിന് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ആവശ്യത്തിന് ഡിഫറെന്റ് ബ്രെയിനുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സെയിൽസ് ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെയിൽസ് ബ്രെയിന് ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ ഇതെന്താണ്, ഇതിപ്പോ ബ്ലാങ്ക് ആണ്, ഇതിലൊന്നുമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ നോളേജുകൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ നോളേജ് ഈ സെയിൽസ് ബ്രെയിനിന് ആവശ്യമുള്ള എന്തൊക്കെ നോളേജ് ഉണ്ടാവും? ഓക്കെ, അപ്പൊ ഞാൻ ChatGPTയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ സെയിൽസിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ, സെയിൽസ് ബ്രെയിൻ ഉണ്ട്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ്, അക്കൗണ്ടിങ്, ഇന്റേണൽ, നമ്മളെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ബ്രെയിനാണ്. അപ്പൊ ആ ബ്രെയിനിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സെയിൽസ് ബ്രെയിൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിൽ എന്താണ്, ഒരു ടാർഗറ്റ് കസ്റ്റമർ, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ്, അതുപോലെ തന്നെ ഒരു കസ്റ്റമർ പ്രൊഫൈൽ, കസ്റ്റമർ പേഴ്സോണ അല്ലെങ്കിൽ കസ്റ്റമർ അവതാർ എന്നൊക്കെ പറയും, അതെന്താണ് എന്ന് പറയണം. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമറെ പിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൈസിങ് എങ്ങനെയാണ്, അപ്സെല്ല്, ക്രോസ് സെല്ല്, ക്ലോസിംഗ് ടെക്നിക്ക്, CRM സ്റ്റേജസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റില് സെയിൽസ് ബ്രെയിനെ നമ്മൾ പഠിപ്പിക്കണം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെങ്കിൽ, ഇത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനനുസരിച്ച രീതിയിൽ നമുക്ക് ഇയാളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സെയിൽസിൽ ഒരാളാണെങ്കിൽ അയാൾ പല കമ്പനിയിൽ നിന്നും വന്നിട്ടുള്ള
എക്സ്പീരിയൻസ് ആയിരിക്കും അയാളത്ത് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ എന്താണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ എങ്ങനെയാണ് സെയിൽസ് ചെയ്യേണ്ടത്, നമ്മളെ പ്രൈസിങ് എങ്ങനെയാണ്, നമ്മളെ ക്ലോസിംഗ് ടെക്നിക്ക് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനെ ഒറ്റ പ്രാവശ്യം പഠിപ്പിച്ചാൽ മതി. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ റെഗുലറായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെ. ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, അതിനനുസരിച്ചിട്ട് ഇത് ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. 24 hours വർക്ക് ചെയ്യും, പിന്നെ സൺഡേ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിൽ ഫ്രൈഡേ വർക്ക് ചെയ്യും. വേറെ ഇമോഷന് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഒരു ബിസിനസ് കൺസൾട്ടൻസിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് ടാർഗറ്റ് കസ്റ്റമർ, അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ ChatGPT പറഞ്ഞു കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റ്, അതിനനുസരിച്ചുള്ള ആൻസർ കിട്ടും. ആൻസർ നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള നോളജുകൾ ആഡ് ചെയ്യണം. ഓക്കെ, ടാർഗറ്റ് കസ്റ്റമർ അതെന്താണ്, ഇതൊരു നോളജ് ആണ് അല്ലേ. പ്രൈസിങ് അതൊരു നോളജാണ്. ക്ലോസിങ് ടെക്നിക്ക്, ഓക്കെ, അത് വേറൊരു നോളജാണ്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ നമ്മുടെ FAQ ആയിട്ടുള്ള, മീൻസ് ഒരു സെയിൽസിന്റെ ബ്രെയിനിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള നോളജുകൾ നമ്മൾ ഈ സെയിൽസ് ബ്രെയിനിന് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ബ്രെയിന് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രെയിനുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മൾ സെയിൽസിലുള്ള ബ്രെയിൻ ആണ്, നമുക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് വേറെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തോ, മാർക്കറ്റിംഗിൽ നമ്മൾ വേറെ നോളജ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇത് കസ്റ്റമർ സർവീസിനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ കസ്റ്റമർ സർവീസിന് നമ്മൾ വേറെ നോളജ് ആയിരിക്കും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല നോളജുകളും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രെയിനുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഏജന്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഏജന്റ്, ഇതേപോലെ ഇപ്പൊ സെയിൽസ് ഏജന്റ്. ഈ സെയിൽസ് ഏജന്റിന് ഒന്നും അറിയില്ല, സെയിൽസ് ഏജന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെയിൽസ് ഏജന്റ് നമുക്ക് ഇവിടുന്നുള്ള നോളേജ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു സെയിൽസ് ഏജന്റിന് എന്ത് ചെയ്യണം, കസ്റ്റമർ സർവീസിന്റെ കാര്യങ്ങളും അറിയണം, അതേപോലെ തന്നെ സെയിൽസിന്റെ കാര്യങ്ങളും അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ സെയിൽസ് ഏജന്റിനെ നമ്മൾ ഈ രണ്ട് നോളജും, ഓക്കെ, അപ്പൊ സെയിൽസ് ഏജന്റിനെ നമ്മൾ കസ്റ്റമർ സർവീസിന്റെ ബ്രെയിനും ആഡ് ചെയ്തു, സെയിൽസിന്റെ ബ്രെയിനും ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെയിൽസ് ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ മാർക്കറ്റിംഗിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ എംപ്ലോയീസിന് നമുക്കൊരു ഏജന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മീൻസ് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ അവർ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പേഴ്സണൽ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ പേരിലുള്ള ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. മീൻസ് ഇപ്പൊ എന്റെ പേരിൽ നവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ഇന്റേണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഓഫീസിന്റെ എംപ്ലോയീസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഈ നോളേജ് നമ്മൾ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ആദ്യം കൊടുത്തതിൽ ചിലപ്പം പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് ഈ ബ്രെയിനിനെ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇതേ കാര്യങ്ങളാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ നോക്കാം നമുക്ക്. സ്യൂട്ടില് നമ്മൾ AI ബ്രെയിൻ എടുക്കുന്നത്, അതിൽ നമ്മൾ ന്യൂ മൈക്രോ ബ്രെയിൻ. ഓക്കെ, നമ്മൾ എന്താണ്, ഓക്കെ, അപ്പൊ അതൊരു ബ്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ബ്രെയിനിൽ നോളേജുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള നോളേജുകൾ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് 2-3 രീതിയിലുണ്ട്. മെമ്മറി
ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട്സ് രീതിയിലുണ്ട്. FAQ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ അതിനെന്താണ് ആൻസർ ചെയ്യേണ്ടത് ആ രീതിയിലുണ്ട്. പിന്നൊന്ന് ഫയലുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. PDF, ഡോക്യുമെന്റ്, ഈ രീതിയിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ സെയിൽസ് ഏജന്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നോളജുകൾ നമുക്ക് ആഡ് ചെയ്യണം എങ്ങനെ നോക്കാം. ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ബിസിനസ് ഒരു ഖത്തറിലുള്ള ബിസിനസ് കൺസൾട്ടൻസി അങ്ങനത്തെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവരുടെ ടാർഗറ്റ് കസ്റ്റമർ ടൈപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു നോളജ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഖത്തറിലുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻസി ഫേമിന് ആയിട്ടുള്ള ടാർഗറ്റ് കസ്റ്റമർ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ നോളജ് നമ്മളിവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോളജുകൾ നമ്മൾ ആഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അവരുടെ ടേൺ ഓവർ എത്ര വേണ്ടി വരും, എത്ര എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക, അത് ഏതൊക്കെ സ്റ്റേജിലുള്ള കമ്പനികളാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോളജ് നമ്മൾ ആഡ് ചെയ്യാം. നമ്മുടെ ബിസിനസ്സിനനുസരിച്ചിട്ട്, നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസിനും അനുസരിച്ചിട്ട് എന്തൊക്കെയാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ സെയിൽസിന്റെ ചെയ്തു, നമ്മൾ ഒരു ബ്രെയിൻ കൂടി ആഡ് ചെയ്യാം. കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രെയിനും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കസ്റ്റമർ സർവീസിൽ നമുക്ക് കുറച്ച് നോളജ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ സർവീസിലുള്ള കുറച്ച് FAQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് FAQ ക്വസ്റ്റ്യൻസും പിന്നെ അതിൻ്റെ ആൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡു യു പ്രൊവൈഡ് അക്കൗണ്ടിങ് ആൻഡ് വാട്ട് സർവീസ്, വാട്ട് ഡോക്യുമെന്റ് ആർ റിക്വയർഡ്, ഡു യു സപ്പോർട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ 2 ബ്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് AI ഏജന്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ AI ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ChatGPT API ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടല്ലേ AI ബ്രെയിൻ നോളജ് ബേസ്, നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. എന്ത്, നമുക്ക് ഈ ലീഡ് മാനേജ്മെന്റ് എന്ന ഏജന്റിന് ഏതൊക്കെ ബ്രെയിനാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ കണ്ടില്ലേ AI ബ്രെയിൻ. അപ്പൊ നമുക്ക് കസ്റ്റമർ സർവീസ്, സെയിൽസ്, ഈ 2 ബ്രെയിനിന്റെ നോളജും എന്തിനുണ്ടാവും, ഈ ലീഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏജന്റിന് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കളറോ കാര്യങ്ങളോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ ചോദിക്കുന്നത് നമുക്ക് എന്ത് രീതിയിലുള്ള ആൻസർ ആണ് നമുക്ക് കൊടുക്കുന്നത്. ഷോർട്ട് ആയിട്ടുള്ള ആൻസർ, ഞാനിപ്പോൾ ഷോർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. മീഡിയം, ലോങ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏജന്റിന് എന്താണ് പ്രൈമറി ഗോൾ, അതുപോലെ തന്നെ എന്ത് പേഴ്സണാലിറ്റിയാണ് വേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇതിനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഈ ഒരു ലീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഏജന്റിന്റെ ഗോൾ എന്താണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ഗോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പൊ ഞാൻ ചെറിയ രീതിയിലൊരു ഗോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നമുക്കൊരു പേഴ്സണാലിറ്റി കൂടി ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ആഡ് ചെയ്യാം. ഓക്കെ 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 അപ്പൊ നമ്മളൊരു ഗോൾ ആഡ് ചെയ്തിട്ടുണ്ട്, പേഴ്സണാലിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ ക്രിയേറ്റ് ഏജന്റ്. ഇപ്പൊ നമ്മൾ ലീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഏജന്റിനെ ഇനി നമുക്ക് എവിടൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോ ലീഡ് മാനേജ്മെന്റ്
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇനി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം? ഓക്കെ, അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയ ഒന്ന് നമ്മുടെ വാട്സപ്പിൽ മീൻസ് ലീഡ് വരുന്ന സമയത്ത്, ഏതെങ്കിലും ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന എൻക്വയറിനെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലീഡ് മാനേജ്മെന്റ് എന്നുള്ള ഏജന്റിനെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മളെ ചാറ്റ് വിഡ്ജറ്റ് മീൻസ് നമ്മുടെ വെബ്സൈറ്റിലുള്ള ചാറ്റ് വിഡ്ജറ്റിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിനെ ആക്സസ് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യാം. നമുക്കൊരു URL കാര്യങ്ങളും ഉണ്ടാവും. ആ URL നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. മീൻസ് നമുക്ക് നമ്മുടെ സ്റ്റാഫിന് നമുക്ക് നമ്മുടെ കമ്പനിത്തെ റൂൾസും കാര്യങ്ങളൊക്കെ നോളജ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാഫിന് അതിന്റെ ലിങ്ക് കൊടുക്കാം. മീൻസ് അവർക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ AI ഏജന്റിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് വേറെ കൊടുക്കാം. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിനെ നമ്മൾ ഏജന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ ലിങ്ക് കൊടുക്കാം. അതിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഒന്ന് നമുക്ക് നമ്മുടെ FB ഇൻസ്റ്റയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഏജന്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ അതെങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജന്റിനെ നമ്മളെ ഇൻബോക്സിലേക്ക് നമ്മൾ വാട്സപ്പിലേക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് പെർമിഷൻ കൊടുക്കണം. ഓക്കെ, ഒന്ന് മെസ്സേജ് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ മെസ്സേജ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് അതിനെ അസൈൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ലീഡ് മാനേജ്മെന്റ് എന്നുള്ള AI ഏജന്റിന് നമ്മുടെ വാട്സപ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് മാനുവലായിട്ട് അസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലീഡ് വരുമ്പോൾ തന്നെ നമുക്ക് അതിനെ അസൈൻ ചെയ്യാം. ഓക്കെ, ലീഡ് വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ വർക്ക് ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ പുതിയ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ട്രിഗർ ചെയ്യാം, മെറ്റാ ഫോമിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു ഫോമിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺഫേം. അപ്പൊ ഈ ഫോമിൽ ആരെങ്കിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവരുടെ ഫോൺ നമ്പറും മെയിൽ ID ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഫോമിലുള്ള ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, AI ഏജന്റിനെ നമുക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അസൈൻ ടു AI ഏജന്റ്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള ലീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള AI ഏജന്റ് ഉണ്ട്. ഓക്കെ, കൺഫേം. അതിന് വേറൊരു ഫണലിന് വേറൊരു പേര് കൊടുക്കാം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോം ഉണ്ട്. ഈ ഫോം ഫില്ല് ചെയ്തിട്ട് ആരെങ്കിലും മീൻസ് നമ്മൾ ഈ ഫോമിനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും രജിസ്ട്രേഷൻ ഫോം ആക്കിയിട്ടോ അങ്ങനെ പല രീതിയിലും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് ആരെങ്കിലും വന്നാൽ ഇതിലെ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലെ വാട്സപ്പിൽ നിന്നും ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അതിന് ഇനി റിപ്ലൈ ചെയ്യുന്നത് AI ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ വാട്സപ്പിൽ AI ഏജന്റിനെ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ AI ഏജന്റിനെ അസൈൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വാട്സപ്പ് ചെയ്ത പോലെ തന്നെയാണ് ചാറ്റ് വിഡ്ജറ്റും FB ഇൻസ്റ്റയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. ആക്സസ് ലിങ്ക് ഞാൻ കാണിച്ചു തരാം. ആക്സസ് ലിങ്ക് നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആവും. നമ്മൾ ChatGPT ഒക്കെ പോലെയുള്ള ഒരു പേജ് ഓപ്പൺ ആവും. നമ്മൾ ഈ ഒരു URL നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് ലിങ്ക് ചെയ്തിട്ടോ അതല്ലാതെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഹലോ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അവർ നമ്മളോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആർ യു ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് അവർ സർവീസ് ഓർ വാണ്ട് ടു ഡിസ്കസ് ബിസിനസ് നീഡ്സ്? ഓക്കെ, ജസ്റ്റ് പറയാണ്, we want to start a company. What document
Arcade. Okay. അപ്പോൾ നമുക്ക് you will need passport copy, visa copy if available, business activity details, contact details. May I know your name and what business activity you invest. നമ്മൾ ജസ്റ്റ് ആൻസർ ചെയ്യാൻ മാത്രമല്ല അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിലെ AI ഏജന്റിനെ ആഡ് ചെയ്ത സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ രണ്ട് വീതം ക്വസ്റ്റ്യൻ എല്ലാത്തിലും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇനിയൊരു മലയാളത്തിലുള്ള മംഗ്ലീഷിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ട്രാവൽ ഏജൻസി ആണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മംഗ്ലീഷിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ അവര് ആ രീതിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ട്രാവൽ ഏജൻസി തുടങ്ങാൻ നിങ്ങൾക്ക് യൂഷ്വലി ഇവിടെ ഡോക്യുമെന്റ്സ് വേണം. ഓക്കെ, പാസ്പോർട്ട് കോപ്പി, നിങ്ങളുടെ നെയിം ആൻഡ് ബിസിനസ് ലൊക്കേഷൻ പറയുമോ, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ സഹായം വേണമോ. കണ്ടില്ലേ, നമുക്ക് ഏത് ലാംഗ്വേജിൽ ചോദിച്ചാലും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഇനി നമുക്ക് ഫുള്ളായിട്ട് മലയാളത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മളിപ്പോ മലയാളത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ നോർമലായ രജിസ്ട്രേഷൻ ലൈസൻസ്. അപ്പൊ അതിന് ഗിവ് മീ മലയാളം ആൻസർ എന്ന് കൊടുക്കല്ലേ. ഓക്കെ, മലയാളം ആൻസർ പറഞ്ഞ സമയത്ത് നമുക്ക് മലയാളത്തിലുള്ള കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പേര്, ഫോൺ നമ്പർ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഏത് ലാംഗ്വേജിൽ, ഇപ്പൊ അറബിയിൽ ചോദിക്കുന്ന സമയത്ത് അറബിയിൽ ആൻസർ ചെയ്യും, മലയാളത്തിൽ ആൻസർ ചെയ്യും, ഹിന്ദിയിൽ ആൻസർ ചെയ്യും, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ആൻസർ ചെയ്യും. ഇതിന്റെ കൂടെ ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഇതിലൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ എമൗണ്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നോളേജിൽ എമൗണ്ടിന് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ അവര് ഓരോ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനാണ് വേണ്ടത്, കോഴിക്കോട്, എറണാകുളം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടേക്കാണോ നമ്മൾ സർവീസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ സ്ഥലത്ത് മാത്രമേ സർവീസ് ഉള്ളൂ എന്ന് അവർ പറഞ്ഞു തരും. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് 24 hours ആര് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതിനുള്ള ആൻസറുകൾ കിട്ടും. ഇനി പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നമ്മുടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നിലവിലുള്ള എംപ്ലോയീസിന് അവർക്ക് റെഗുലറായിട്ട് പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും അല്ലെ. ഇപ്പോ ലീവ് എടുക്കണം, അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത് സാർ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ ലീവ് പോളിസി എന്താണ്, എപ്പോഴാണ് ലീവ് എടുക്കേണ്ടത്, ലീവ് എടുത്താൽ പെയ്ഡ് ആണോ, അത് നമ്മൾ എന്ത് ചെയ്ത് നോളജ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിനുള്ള ആൻസർ, ആ ആൻസർ നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ അതിന്റെ ഒരു ലിങ്ക് നമ്മളെ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കേണ്ട പല ചോദ്യങ്ങൾക്കും ഉള്ള ആൻസർ അവർക്ക് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, റെഗുലർ ആയിട്ട് നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്യും, നമ്മൾക്ക് നോളജ് ആഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റം വരുത്തുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് നമ്മളെ സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കസ്റ്റമർക്ക് റിയൽ ടൈം ആൻസർ കിട്ടും. ഇതിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കാത്തത് ഇതിന്റെ ആൻസർ ഒരു AI എങ്ങനെയാണോ ആൻസർ ചെയ്യുന്നത് ആ രീതിയിലാണ് എന്ന് വെച്ചിട്ടാണ്. പക്ഷെ കുറച്ച് ആ രീതിയിലൊക്കെ തന്നെയാണ്. പക്ഷെ AI ആണോ അതല്ല ഒരു സാധാരണ ഹ്യൂമൻ ആണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇത് വളരും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അപ്പൊ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, നമുക്ക് ഒരുപാട് നോളജും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ കമ്പനിയിൽ ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. അപ്പൊ അത് AI എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫസ്റ്റിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് AI. നമ്മുടെ വാട്സപ്പിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.